സക്സസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നവർ സാധാരണക്കാരാണോ? അവർക്കൊരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട്, ബോൾഡ് മൈൻഡ് സെറ്റ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബോൾഡായ ആളുകളുടെ മനഃശാസ്ത്രമാണ്. അതെങ്ങനെ മാനിഫെസ്റ്റേഷനും സ്പിരിച്വൽ ഗ്രോത്തും കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ബോൾഡായ ആളുകൾക്ക് ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർക്ക് ഭയമൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ ആക്ഷൻ എടുക്കും. അവരെനിക്ക് പറ്റുമോ എന്നൊന്നും ചോദിക്കില്ല, പകരം എനിക്കിതെങ്ങനെ നേടാമെന്ന് ആലോചിക്കും. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ആദ്യ റൂൾ, ഡൗട്ട് ഇല്ലാത്ത ബിലീഫ്. ബോൾഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നവരാണ്. അവർ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ടല്ല, അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത്. എനിക്ക് പറ്റില്ല എന്ന തോട്ട് വന്നാൽ അവരെന്ത് ചെയ്യും? എനിക്ക് പറ്റും, ഇത് ഞാൻ പഠിച്ച് നേടും. ഇതാണ് സ്പിരിച്വൽ അവെയർനെസ്, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത്. മാനിഫെസ്റ്റേഷനിൽ ബോൾഡായ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവും, സ്ട്രോങ് ബിലീഫ് ഉണ്ടാവും, അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും. എൻ്റെ ജീവിതം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ ആരെയും ബ്ലെയിം ഒന്നും ചെയ്യില്ല, ഒന്നും കംപ്ലൈൻറ്റും ചെയ്യില്ല. എന്ത് ചെയ്യും? അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ബോൾഡായ ആളുകൾക്ക് റിജക്ഷൻ വന്നാലും ഫെയിലിയർ വന്നാലും അവരത് ലൈഫിൻ്റെ എൻഡായിട്ടൊന്നും കാണില്ല. അതൊരു സൈനായിട്ട് കാണും. ഇതെൻ്റെ വഴിയല്ല, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊന്നുണ്ട്. സോ ബോൾഡ് ആകുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് ലൗഡ് ആകുക എന്നല്ല, മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും ബിലീഫിനെ സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ആക്ഷൻ എടുക്കാനും കഴിയുന്ന രീതിയിൽ നിങ്ങളെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ബോൾഡ് ആവുമ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കും. ഫിയർ ഉണ്ടാകാം, പക്ഷെ നിർത്തരുത്. ഡൗട്ട് വരാം, പക്ഷെ വിശ്വാസം വിട്ടുകൊടുക്കരുത്. ഗോഡ് ഈസ് വിത്ത് യു.